ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയിൽ ഏറ്റവും കൺഫ്യൂസ്ഡ് ആയുള്ള രണ്ട് പദങ്ങളാണ് ഡെമറേജ് ആൻഡ് ഡിറ്റൻഷൻ. എന്താണ് ഡെമറേജ്? പുറം ലോകത്തു നിന്ന് ഇറക്കുമതി ചെയ്ത പ്രൊഡക്റ്റുകൾ ഡെസ്റ്റിനേഷൻ പോർട്ടിൽ എത്തിയതിനു ശേഷം കൺസൈനി അഥവാ ഇമ്പോർട്ടർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് നിശ്ചിത കാലാവധിക്കുള്ളിൽ 3 days പീരീഡിനുള്ളിൽ പിക്കപ്പ് ചെയ്യാൻ ലേറ്റാവുന്ന സാഹചര്യം വരുമ്പോൾ ഷിപ്പിംഗ് കമ്പനീസ് കൺസൈനിക്ക് ചുമത്തുന്ന ഫീസിനെയാണ് ഡെമറേജ് എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ട് ഡെമറേജ് സംഭവിക്കാം. വെതർ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷനിൽ വരുന്ന എറേഴ്സ്, ഫ്രൈറ്റ് ഫോർവേഡേഴ്സിന്റെ കോർഡിനേഷൻ അപാകത, മിസ്കമ്മ്യൂണിക്കേഷന്, കസ്റ്റംസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതുപോലത്തെ പല കാരണങ്ങൾ കൊണ്ട് കൺസൈനിക്ക്, ഇമ്പോർട്ടർക്ക് പോർട്ടിൽ നിന്ന് പ്രോപ്പർ ടൈമിൻ്റെ ഉള്ളിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഷിപ്പിംഗ് കമ്പനീസ് ചുമത്തുന്ന 3 days പീരീഡ് കഴിഞ്ഞതിന് ശേഷം ചുമത്തുന്ന ഫീസിനെയാണ് ഡെമറേജ് എന്ന് പറയുന്നത്. എന്താണ് ഡിറ്റൻഷൻ? ഡെമറേജ് പോർട്ടിൻ്റെ അകത്താണെങ്കിൽ ഡിറ്റൻഷൻ പോർട്ടിന് പുറത്താണ്. ക്ലിയറൻസ് ചെയ്ത പ്രൊഡക്റ്റ് വെയർഹൗസിൽ എത്തിയതിന് ശേഷം എംറ്റി ആക്കിയിട്ട് അത് നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ പോർട്ടിൽ തിരിച്ച് കണ്ടെയ്നർ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ എത്തിക്കാതെ ലേറ്റ് ആകുമ്പോൾ ഷിപ്പിംഗ് കമ്പനീസ് കൺസൈനിക്ക് ചുമത്തുന്ന ഫീസിനെയാണ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതുപോലത്തെ എക്സ്പോർട്ട് റിലേറ്റഡ് ആയുള്ള ടിപ്സുകൾക്ക് എൻ്റെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. മൻസൂർ ഹംസ, എക്സ്പോർട്ട് കൺസൾട്ടന്റ്.